ഡോക്ടർ ഹരി, ഞങ്ങളുടെ ഈ സംവാദത്തിൻ്റെ ടൈറ്റിൽ ഇത് ഭാരതത്തിന് നിരക്കാത്തതല്ലേ രാഹുൽ എന്നുള്ളതാണ്. നോക്കൂ, സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം, ആ പത്രത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്: അമേരിക്കൻസ് ആർ ആസ്കിങ് ഈസ് രാഹുൽ ഫ്രം ഇന്ത്യ ഓർ പാകിസ്ഥാൻ. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വരുന്ന നേതാവാണോ അതോ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന നേതാവാണോ എന്ന് അമേരിക്കക്കാർക്ക് സംശയം. അത്രയും ദേശവിരുദ്ധ നിലപാടാണ് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത്. ചില പരാമർശങ്ങളൊക്കെ ആവാം, ഓക്കെ, അത് അബദ്ധം പറ്റിയതാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത് ആവർത്തിച്ച് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ കടന്നാക്രമിക്കുകയാണ്. എന്താണ് അജണ്ട? ആരാണ് രാഹുലിനെ വിലക്കെടുത്തിരിക്കുന്നത്? meet with a delegation of US lawmakers at the Rayburn House in the Washington DC. അപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് തന്നെ സൂചിപ്പിച്ചു അവരാരാണ് എന്നുള്ളത് സൂചിപ്പിച്ചു. അവരവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവിടുത്തെ അമേരിക്കൻ കോൺഗ്രസിനകത്തുള്ള ഒരാളാണ്. അപ്പോൾ മോഹൻ വർഗീസ് അത് കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ കാണാൻ വരുന്നു, ഇറ്റ്സ് എ ഡെലിഗേഷൻ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന കുറച്ച് ആളുകളാണ്. അദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ വിദ്യാർത്ഥികളെ കാണുന്നു, അതോടൊപ്പം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നു, പല സർവകലാശാലകളിൽ പോകുന്നു. അങ്ങനെ പല പരിപാടികളായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേര് അപ്പോയിൻമെൻറ്റ് ചോദിക്കും. അപ്പോൾ അതൊരു വ്യക്തിപരമായിട്ടല്ല, ഒരു കൂട്ടം ആളുകൾക്കിടയിലാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വനിത അതിൽ പങ്കെടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് പരിമിതിയുണ്ട്, അവരെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല, അവർ വരാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആരൊക്കെ വരുന്നു എന്നുള്ളത് വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരവിടെ സംസാരിച്ചെന്താണ്? വി ഹാഡ് എ മീനിങ് ഡിസ്കഷൻ അബൌട്ട് അവർ ഷെയർഡ് കമ്മിറ്റ്മെൻറ്റ് ടു ബിൽഡിംഗ് എ പ്രോഗ്രസീവ് ഫ്യൂച്ചർ ആൻഡ് സ്ട്രെങ്തനിങ് ദ ഇൻഡോ യു എസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് ഊഷ്മളമായ ഒരു കാര്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രസീവായിട്ടൊരു സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ അവരവിടെ കൂടിയിരുന്നിട്ട് ഇന്ത്യയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്തത്. വാക്കതാണ്, പക്ഷേ പ്രവൃത്തി അതാണ്. അതൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ. നോക്കൂ, അദ്ദേഹം US ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചോട്ടെ, പക്ഷേ എന്തിനാണ് ഭാരതത്തെ ഇങ്ങനെ അടിക്കടി ഇകഴ്ത്തി കാണിക്കുന്നത്? അദ്ദേഹത്തിന് US എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ സമീപനമാണ്. ഇന്ത്യക്കകത്ത് നിന്ന് പറയാൻ പറ്റില്ല രാഹുലിന്, പുറത്തു നിന്ന് ഇന്ത്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. എന്തിനാണ് ഈ ദേശവിരുദ്ധത? എന്തിനാണ്? എവിടെയാണ് ദേശവിരുദ്ധത? അത് മാത്രമല്ലേ ഉള്ളൂ. നോക്കൂ, അദ്ദേഹം ഇന്ത്യയുടെ ശത്രുക്കൾ, അവരെ അംഗീകരിക്കുന്ന, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളുകളുമായിട്ടാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. BNP നേതാവ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. അതുപോലെ ഈ US കോൺഗ്രസിൻ്റെ പ്രതിനിധി ആ സ്ത്രീയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കും? എന്നിട്ട് ഒരു ഭാഗത്ത് പറയുന്നു ഇന്ത്യയുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള ഇന്തോ US റിലേഷൻ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന അതൊക്കെ വിശ്വസിക്കുമോ? അല്ല, അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, അല്ലെങ്കിൽ വിശ്വസിക്കാതിരുന്നോട്ടെ. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ അനിൽ ഒരു നിലപാട് പറഞ്ഞു, എനിക്ക് ആ നിലപാടല്ലല്ലോ, ഞാനതാണ് എൻ്റെ നിലപാടാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ ഹരി, താങ്കൾക്ക് ദേശവിരുദ്ധ നിലപാട് സ്വീകരിക്കും. രാഷ്ട്രീയം മറക്കുക, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇത് ശരിയാണോ? ഞാൻ ഇവിടെ ഹരി, താങ്കൾ നെഞ്ചി കൈവച്ച് പറ. താങ്കളൊരു ഭാരതീയനാണെങ്കിൽ, ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അഭിമാനിക്കുകയാണെങ്കിൽ, അഭിമാനപൂരിതമാണ് അന്തരംഗമെങ്കിൽ താങ്കൾക്ക് രാഹുലിൻ്റെ പരാമർശങ്ങളെ അംഗീകരിക്കാൻ പറ്റും? രാഹുൽ ഗാന്ധി രാജ്യത്തിന് വിരുദ്ധമായ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിനകത്താണെങ്കിലും ഇന്ത്യക്ക് വിദേശത്താണെങ്കിലും അദ്ദേഹം രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്നതായ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുന്നു. സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരോടും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമല്ല, ഒരേ സമീപനമല്ല സ്വീകരിക്കുന്നത്. തെറ്റല്ലല്ലോ? തെറ്റാണോ? അല്ല. സിഖുകാർക്ക് തലപ്പാവും ആരുടെ കാലത്താണ് സിഖ് കൂട്ടക്കൊല നടന്നത്? കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് തലപ്പാവ് ധരിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. എന്തിനാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഞാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല, അതിനകത്ത് മറുപടി പറയുന്നത് പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ള അവസരം തന്നതിന് ശേഷം അങ്ങനെ ഒരു ഇത് പറഞ്ഞോളൂ, ഞാനത് പൂർണ്ണമായിക്കോട്ടെ.
അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഖുകാർ അല്ലെങ്കിൽ ഒരു സിഖ് തലപ്പാവ് ധരിച്ചിട്ടുള്ള കൃപാൺ ധരിച്ചിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അദ്ദേഹം അതിനെ സൂചിപ്പിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിലുള്ള അവസ്ഥ എന്താ നമ്മുടെ രാജ്യത്ത്? നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു സെക്കുലർ സമീപനമല്ല സ്വീകരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അത് രാഹുൽ ഗാന്ധിയല്ല, കോൺഗ്രസ്സുകാരെല്ലാവരും പറയുന്നത്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത്, ഞാനടക്കമുള്ള ആളുകൾ പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് രാജ്യത്തിന് മതം ഇല്ല, രാജ്യം ഒരു സെക്കുലറായി നിലനിൽക്കേണ്ട ഒരു സമീപനമുണ്ട്. ആരോടും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോടും ഒരു മൃദു സമീപനം സ്വീകരിക്കേണ്ട ആവശ്യം സ്റ്റേറ്റിനില്ല. എനിക്ക് പക്ഷേ എൻ്റെ മതത്തിൽ വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം, എല്ലാവർക്കും അത് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അത് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പറയുന്നതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ പുരോഗമനമാണ്. രാജ്യത്തിൻ്റെ പുരോഗമനം, രാജ്യം കൂടുതൽ പുരോഗമനപരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ സജഷൻസും അദ്ദേഹം പാർലമെൻറ്റിലും പറയുന്നുണ്ട്. അത് വിമർശന രൂപത്തിലാണ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് അംബാനിമാർക്കോ അദാനിമാർക്കോ മാത്രം വളർച്ചയുണ്ടായാൽ പോരാ, ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരന് വളരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം. ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് നല്ല തൊഴിൽ ലഭിക്കണം. ഈ രാജ്യത്തെ ചെറുപ്പക്കാർ വളർന്നു വരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങളുടെ പക്ഷം പിടിക്കുന്നത് എന്തിനാ? അല്ല, ചൈനയെ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച അംഗീകരിക്കാതെ അതൊക്കെ അതിലൊന്നും കാര്യമില്ല. അദ്ദേഹം ഒരു ആശങ്ക പ്രകടിപ്പിച്ചതാണെന്ന്. അദ്ദേഹം നോക്കൂ, നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ഈ പറയുന്ന രാജ്യത്തെ, നമ്മുടെ ചൈന എന്ന് പറയുന്ന രാജ്യം വളർന്നു പോകുന്നത് പോലെ അതിനേക്കാൾ മുകളിലേക്ക് നമ്മൾ പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അല്ല, നോക്കൂ, അദ്ദേഹം നിങ്ങൾ അതിനെ വളച്ചൊടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ആ ആശങ്കയോടെ പറയുന്നത്, നോക്കൂ, നമ്മുടെ മുമ്പിൽ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ വളർച്ച നേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സമീപനമല്ല സ്വീകരിക്കേണ്ടത്. നമ്മൾ അവരെ കടത്തിവെട്ടി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് വരണമെന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതെന്താ തെറ്റുള്ളത്? അതിന് എന്ത് രാഷ്ട്രവിരുദ്ധതയാണുള്ളത്? രാജ്യം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നതാണോ രാഷ്ട്രവിരുദ്ധത? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാരതത്തിന്റെ പുരോഗതി വളർച്ച എന്തുകൊണ്ട് അതിനെ ഇടിച്ചു കാണിക്കുന്നു? അതാണ് വിദേശ രാജ്യങ്ങൾ. നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ആയിക്കോട്ടെ, ഡോക്ടർ മോഹൻ വർഗീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ താങ്കളായിക്കോട്ടെ, KVS ആയിക്കോട്ടെ, ആരാണെങ്കിലും കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് കണക്കുകളെന്ന് പറയുന്നത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നുണ്ടാക്കി വിടുന്നതല്ല. ഞാനത് പലപ്പോഴും പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. പുറത്തു വരുന്ന കണക്കുകളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം കൊടുക്കുന്ന കണക്കുകളും അല്ലെങ്കിൽ ലോകത്തു നിന്ന് പല രാജ്യങ്ങളും നൽകുന്ന കണക്കുകൾ അത് സമാഹരിച്ചിട്ടാണ് പലരും അത് പുറത്തുവിടുന്നത്. ആ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് ഇപ്പോഴുള്ള നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ചൈനയേക്കാൾ പുറകിലാണെന്ന് പറയുന്നത് രാഷ്ട്രവിരുദ്ധതയാണോ? അത് യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞതിനകത്ത് നിങ്ങൾ രാഷ്ട്രവിരുദ്ധത കാണുന്നതിനാണ്. അതിനെ ഓവർകം ചെയ്യണം. എന്നിട്ട് എന്താ പറഞ്ഞത്? നോക്കൂ, അതിന് നമ്മൾ കടത്തിവെട്ടി മുന്നോട്ട് പോകണം നമ്മുടെ രാജ്യം. അതിന് ഈ സമീപനം പോരാ. അതിന് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എല്ലാവർക്കും ഒരുപോലെ വളർന്നു വരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി കൊടുക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല. വിഭാഗം എന്ന് ഞാൻ പറയാൻ താങ്കൾ മതപരമായിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞ അദാനിയും അംബാനിക്കും മാത്രം വളർന്നാൽ പോലെ ഇവിടെ ശതകോടീശ്വരന്മാരുണ്ടായിട്ട് കാര്യമില്ല. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുണ്ട്. ആ 140 കോടി ജനങ്ങളിൽ ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഇതെല്ലാം അതിനനുസരിച്ചുള്ള മാറ്റം, അതിനുള്ള പോളിസീസ്, നിലപാടുകൾ ഉണ്ടാവണം. സ്വാതന്ത്ര്യം കിട്ടിയ മുതലേ നരേന്ദ്രമോദിയാണല്ലോ. അല്ലേ, ഞാനിപ്പോ നിങ്ങൾ അത് രണ്ടും കൂടെ പറയാതല്ലേ, ഏതെങ്കിലും ഒരെണ്ണം പറയും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനത്തെക്കുറിച്ച് അനിലൊരു സമയത്ത് പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ അനിൽ പറയുന്നത് കഴിഞ്ഞ 10 വർഷമല്ലേ ആയുള്ളൂ, അതിന് മുമ്പൊക്കെ ഞങ്ങളായിരുന്നു. അതാണ് ഞങ്ങളായിരുന്നു. ഞാൻ പറയുന്നത് എന്താണ്? അപ്പം അതുകൊണ്ട് ആ ഒരു സമീപനം, അപ്പം ഞങ്ങളുടെ സമീപനം ശരിയല്ല എന്നതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങളുടെ രാജ്യത്ത് ഭരിക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾ മാറ്റുന്നേ, പക്ഷെ നിങ്ങൾ മാറ്റുന്നില്ല. അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? കൂടുതൽ പ്രാകൃതമായ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പ്രോഗ്രസീവായിട്ടൊരു സമീപനം നിങ്ങൾ രാജ്യത്തെടുക്കുന്നതിന് പകരം നിങ്ങൾ ഇപ്പോഴും ആളുകളെ തളച്ചിടുന്നത് എന്താണ്? മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ തന്നെയാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന വിമർശനം. ആ വിമർശനത്തിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിന് പകരം ശ്രീ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രവിരുദ്ധനാക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഭാരതത്തിലെ വോട്ടർമാരൊക്കെ മണ്ടന്മാരാണ്. അല്ല, നോക്കൂ, ഭാരതത്തിലെ വോട്ടർമാരും മണ്ടന്മാരെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. അല്ല, മതപരമായി മാത്രമേ അവർ ചിന്തിക്കുന്നു. അല്ല, നോക്കൂ സുഹൃത്തെ, അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അത് അനിലിന്റെ വെർഷനാണ്. ഞാൻ പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു തലം മാത്രമാണ്. ഒറ്റ കാര്യം അല്ല, അദ്ദേഹം ഭാരതത്തെ കുറിച്ച് എന്തും പറയട്ടെ, പക്ഷേ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ടില്ലേ?
സർ അത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ അദ്ദേഹം 10 ഭാരതത്തെക്കുറിച്ച് വർഷം അദ്ദേഹം ഭാരതത്തെക്കുറിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷ നേതാവ് യോജിപ്പുകൾ യോജിപ്പുകൾ എന്തുകൊണ്ട് യു എസിലെ ഇന്ത്യൻ വംശജരുടെ ഇടയിൽ ആ യോജിപ്പ് എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ അംഗീകരിക്കാം, പ്രതിപക്ഷ നേതാവ് എന്ന് പറയും, ഓക്കെ, വിമർശിക്കാം, ഭരണ നേതൃത്വത്തെ വിമർശിക്കാം, ഓക്കെ. പക്ഷേ ഇന്ത്യയിൽ ഒരു നല്ലതും നടക്കുന്നില്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യ കുത്തനെ താഴോട്ട് പോവുകയാണ്. മതപരമായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ, തീരുമാനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയില്ലേ? അദ്ദേഹം ഫണ്ടഡ് അല്ലേ? അതൊരു പുതിയ സാധനമാണ്. അപ്പൊ അത് കൊള്ളാം, ഫണ്ടഡ് എന്നാ ഞാൻ പറയട്ടെ. ഇപ്പം അനിൽ പറയുന്നതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? അനിൽ പറയുന്നല്ലോ ഇപ്പൊ ഇത് ഫണ്ടഡ് ആണ് എന്ന്. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണമായിട്ട് മാത്രമേ ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഈ കാര്യങ്ങളെ കാണുന്നുള്ളൂ. നിങ്ങൾ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ പറയുന്ന വാക്കുകൾ സാഹചര്യം ഇല്ലല്ല, ഒരു ബന്ധമില്ല. ഞാൻ പറയാം 100% അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ട. ഇപ്പം മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് എടുത്തതൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം എപ്പോഴൊക്കെ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഡൈവേഴ്സിറ്റിയിലാണ്. ഈ രാജ്യത്ത് ഒരു ഡൈവേഴ്സിറ്റിയാണ് ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര. ആ ഡൈവേഴ്സിറ്റി നിങ്ങൾ കൊണ്ടുവരണം, ആ ഡൈവേഴ്സിറ്റിയിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഏകത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള തോട്ടുണ്ട്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്, ഡൈവേഴ്സിഫൈഡ് എല്ലാം ഡൈവേഴ്സിറ്റിയാണ് രാജ്യത്ത്. ആ ഡൈവേഴ്സിറ്റിയും മൾട്ടിപ്ലിസിറ്റിയും ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ നിലപാടിനെ സ്വീകരിച്ചല്ലോ. അങ്ങനെ പറഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നത്? അദ്ദേഹത്തെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ തന്നെ പുറത്താക്കി, നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിങ്ങൾ പുറത്താക്കി. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? ആ കൈയിരിപ്പ് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 2 തവണ 2 സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ വിജയിപ്പിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ബംഗ്ലാവാണ് കൊടുത്തിരിക്കുന്നത്. ഇറക്കി വിട്ട സ്ഥലത്തിനേക്കാൾ വലിയ ബംഗ്ലാവാണ് ഇപ്പോൾ സർക്കാർ ചെലവിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ സർക്കാർ തന്നെ അത് ജനങ്ങളാണ് തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ശരിയായിട്ടുണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യമുള്ളത് കൊണ്ടല്ലേ? അദ്ദേഹം ഇപ്പോഴും പറയുന്ന കാര്യം എന്താണ്? രാജ്യത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അദ്ദേഹം ഈ രാജ്യത്ത് മുഴുവൻ സ്നേഹത്തിന്റെ കട തുറക്കാൻ ആഗ്രഹിച്ച ആളാണ്. ആ സ്നേഹത്തിന്റെ കട തുറക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം ഇന്ത്യക്ക് മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്, ലോകത്ത് മുഴുവൻ സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതല്ലേ വേണ്ടത്? എന്താ പറയുന്നത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, മൃഗങ്ങൾക്കും ചെറികൾക്കും എല്ലാം ചേർത്തിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആശയം. ആ ആശയത്തിൽ ഒരു വെള്ളം ചേർക്കലും ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ആ ഹോളിസ്റ്റിക് അപ്രോച്ച് ശരിയാണെന്ന് ലോകത്തിന്റെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേൾക്കാൻ ക്ഷണിച്ചു വരുത്തുന്നത്. അല്ല അങ്ങോട്ട് പോയിട്ട് ഞാനോ അനിലോ ഇപ്പൊ പോയിട്ട് അമേരിക്കയിലെ സർവകലാശാലയിൽ പോയിട്ട് ഞങ്ങളെ ഒന്ന് സംസാരിക്കാൻ വിളിക്കൂ. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള ഈ പത്രം അത് BJP അല്ല നടത്തുന്നത്. അവരുന്നയിച്ചിരിക്കുന്നത് ഭാരതത്തിൽ നിന്നാണോ പാകിസ്ഥാനിലാണോ എന്ന് അമേരിക്കയിലെ ഇന്ത്യക്കാരിൽ സംശയം ഉണ്ടായിരിക്കുന്നു എന്ന് അവിടെയുള്ള ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത്രയുള്ള ജനൻ TV പോലെ ചില ആളുകൾ അത് വിശ്വസിക്കുന്നു. അവിടെയും എന്നെ ഞാൻ വിശ്വസിക്കുന്നു. സാൻ ഫ്രാൻസിസ്കോയിലും അങ്ങനെ ജനൻ TV വിശ്വസിക്കുന്നത് പോലെ ചില ആളുകൾ വിശ്വസിക്കുന്നു. ലോകത്തെ മൊത്തം പത്രങ്ങളല്ലല്ലോ പുറത്തിറക്കിയിരിക്കുന്നത്, ഒരു പത്രമല്ലല്ലോ റിപ്പോർട്ട് ചെയ്തത്. പോട്ടെ, ഒറ്റ കാര്യം കൂടെ, അല്ല എനിക്കൊരു മിനിറ്റ് കൊടുത്തരണം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി ഈ നിലപാട് സ്വീകരിച്ചത് ഇപ്പം മാത്രമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള നിലപാടാണ്. അത് രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ടാകട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ. ഇന്ത്യയുടെ നമ്മൾ പറയുന്ന സംസ്കാരം അതാണല്ലോ. ഇനി അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. രാഹുൽ ഗാന്ധി ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശരിയുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള അവസരമാണ് രാജ്യത്തെ സർക്കാരിനുള്ളത്. അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം പറഞ്ഞത് ചൈനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് ചൈന ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് നല്ലതല്ല, നമ്മൾ ചൈനയെ കടിഞ്ഞാണിടണം, അവരെക്കാൾ മുന്നോട്ട് നമുക്ക് പോകണം, പക്ഷെ അത് ഈ ശൈലി വെച്ച് മുന്നോട്ട് പോയാൽ പറ്റില്ല, നമുക്ക് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ.